ഹലോ ഓൾ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. ഇതിനാവശ്യമായുള്ള സാധനം ചെറിയതായ പഴുത്ത പൈനാപ്പിൾ 1 കപ്പ്, പിന്നെ 1 കപ്പ് തൈര്. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഒരു 4-5 ചെറിയുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, പിന്നെ 1 പച്ചമുളക് മതിയായിരിക്കും, അല്ലെങ്കിൽ എരിവ് കൂടി വരും. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, മഞ്ഞൾപ്പൊടിയും, ഇതിനാവശ്യത്തിന് എണ്ണയും ഉപ്പും. നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് ആദ്യമായിട്ട് ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, 2 സ്പൂൺ മതിയാവും നമുക്ക് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കൊച്ചുള്ളി, നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന കൊച്ചുള്ളി അത് ആദ്യമേ ചേർത്ത് കൊടുക്കണം. അതൊന്ന് വഴണ്ട് കഴിയുമ്പം അതിന് ശേഷം മാത്രം കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്താൽ മതിയാവും. നമ്മുടെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്ത് അതിനെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് നല്ല കൊച്ചുള്ളിയൊക്കെ നമുക്ക് നല്ല മൂത്ത് വരുമ്പോൾ ഒരു നല്ല മണം വരും. അതാണ് നമ്മുടെ ഈ കറിയുടെ ഹൈലൈറ്റും. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഉപ്പ് കുറച്ചിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം, അത് നിർബന്ധമൊന്നുമില്ല. നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ പൈനാപ്പിൾ, കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. അതിനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ചെറുതായിട്ട് നിങ്ങൾക്ക് അരിയാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ചോപ്പറിനകത്തിട്ട് അരിഞ്ഞാലും മതി. പിന്നെ ഇതുണ്ടാക്കുമ്പോൾ കുറച്ച് പൈനാപ്പിൾ എടുത്ത് മാറ്റി വെച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ച് ഒരു പൾപ്പ് പോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഉപ്പിപ്പോൾ ആഡ് ചെയ്ത് നമുക്ക് ഇളക്കിയിട്ട് നമുക്കിതിനെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിപ്പോൾ ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് അടച്ചു വെച്ച് അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയിരിക്കുന്ന പൈനാപ്പിൾ ഇടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത് അടിച്ചെടുത്ത് നമുക്ക് ഇതിന് ശേഷം അതിനകത്തിടാം. ഒരു 5-10 മിനിറ്റൊക്കെ ആകുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഏകദേശം വെന്തിട്ടുണ്ടാവും. വെള്ളം അതിനകത്ത് തന്നെ ഉണ്ടാവും. പിന്നെ ഇനിയും നിങ്ങൾക്ക് വേകണം എന്നുണ്ട് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാവുന്നതാണ്. ഇതിപ്പം ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വെന്താൽ, ഇതിപ്പോൾ ഞാൻ ഒരുപാട് പഴുത്ത പൈനാപ്പിൾ അല്ല എടുത്തേക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ ഒരു പഴുപ്പത് ഭയങ്കര ഓവർ റൈപ്പ് ആകുന്നതിന് തൊട്ട് മുമ്പായിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേവിക്കേണ്ട വരത്തില്ല. അത്രയും പഴുക്കാത്തതായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് നേരം വേവിക്കേണ്ടതായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഒന്ന് ഇളക്കി അതിന് നമുക്ക് ഇളക്കുന്നതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ തൈര് ചേർത്ത് നമുക്ക് ഉടയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന പൈനാപ്പിളിലോട്ട് നമുക്ക് നമ്മുടെ തൈര് ആഡ് ചെയ്യാം. ഒരുപാട് പുളിക്കാത്ത തൈരായിരിക്കണം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പുളിച്ച് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആയി പോകും. നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡിയായി. ഇതിപ്പോൾ ശരിക്കും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്കൊരു എന്തെങ്കിലും നമ്മൾ ഒരു ഫങ്ഷനോ അല്ലെങ്കിൽ ഒരു സദ്യ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മുടെ ആ ഒരു പരുവത്തിന് ജസ്റ്റ് ഒന്ന് ചൂടായി, ഒരുപാട് തിളയ്ക്കാതെ നോക്കണം. ഇളക്കി നന്നായിട്ട്